ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു anistechfactory. ഇന്ന് ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുടംപുളിയിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു നാടൻ മീൻ കറിയും കപ്പപ്പുഴുക്കും. കപ്പയും മീനും നല്ല ഒരു കോമ്പിനേഷനാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 3/4 കിലോ കട്ട്ല മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിവിടെ നമുക്ക് ഡാമിൽ നിന്ന് കിട്ടുന്ന മീനാണ്. അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് വലിയ പീസുകളാക്കിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ വരുമ്പോൾ തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുത്താൽ മാത്രം മതി. നമുക്കിനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു മുറി തേങ്ങ ചിരകിയതിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് തിക്കായിട്ടെടുത്ത തേങ്ങാപ്പാൽ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാം പാൽ ഗ്രേവിക്ക് വേണ്ടി 2 കപ്പും എടുത്തിട്ടുണ്ട്. അടുത്ത് ഇഞ്ചി ചതച്ചെടുത്തത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചെടുത്തത് 2 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ചതച്ചെടുത്തത്, മുളകുപൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ്, കൊടംപുളി ഒരു 4 എണ്ണം സോക്ക് ചെയ്ത് വെച്ചത്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ഓയിൽ, കറിവേപ്പില, പച്ചമുളക് 2ആയി കീറിയത് 2 എണ്ണം. മീൻകറി എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്നതാണ് ടേസ്റ്റ്. സ്റ്റവ് ഓണാക്കി ഞാൻ മീൻചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ നല്ല ചൂടായി. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് ഇത് മൂന്നും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരു 2 മിനിറ്റ് കൊണ്ട് വഴന്നു വരും. ഇപ്പോൾ 2 മിനിറ്റായി, നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മറ്റു മസാലകൾ ചേർക്കാനുള്ള സമയമായി. ആദ്യം നമുക്ക് മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാലകളുടെ പച്ചമണം പോകുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി ഒത്തിരി മൂത്ത് നിറം മങ്ങിപ്പോകരുത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്റ്റവ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഇതിനകത്തൊഴിച്ച ഓയിലെല്ലാം മസാലയിലോട്ട് നല്ലതുപോലെ പിടിച്ച് മസാലയെല്ലാം നല്ല ഡ്രൈ ആയിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ അതിലെ പുളിയെല്ലാം നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതിന് വേണ്ടിയിട്ട് കുടംപുളി നന്നായി കഴുകിയ ശേഷം 1/4 കപ്പ് തിളപ്പിച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് കറി ഉണ്ടാക്കിയ ഉടനെ നമ്മളത് കഴിച്ചു കഴിഞ്ഞാലും മീനിലെല്ലാം നല്ല പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മൊത്തം 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ പീസുകൾ ഇട്ട് കൊടുക്കാം. മീൻ പീസുകൾ ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും അത് കുക്കായി കിട്ടും. 10 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം സ്പൂണിട്ടിളക്കാതെ ചട്ടിയോടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പാൽ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആകും. ഇനി സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം
കുറച്ച് കറിവേപ്പില കൈകൊണ്ട് തന്നെ ഞെരടി അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ കൂടി ചേർന്ന ഒരു നല്ല സ്മെല്ലാണ് വരുന്നത്. നമുക്കിനി ഇത് ഒന്നുകൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുടംപുളിയിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് വെച്ച നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള സ്വാദിഷ്ടമായ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്കൊരു കപ്പപ്പുഴുക്ക് കൂടി ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 3/4 കിലോ കപ്പ കട്ട് ചെയ്തെടുത്തത് കുക്കറിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി കപ്പ നികക്കെ വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടച്ചു വെച്ച് 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കപ്പ കുക്കാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 3 വെളുത്തുള്ളി അല്ലി, 3 പച്ചമുളക്, മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ കപ്പയിൽ ചേർത്തു, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി വേണ്ട, ജീരകം 1/4 ടീസ്പൂൺ, അരമുറി തേങ്ങ ചിരകിയത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലതുപോലെ അരയണമെന്നില്ല, ഒന്ന് ചതച്ചെടുക്കുന്നത് പോലെ എടുത്താൽ മതി. കപ്പ താളിക്കുന്നതിന് വേണ്ടി കടായി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിയ ശേഷം ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്കിട്ട് പച്ചമണം പോകുന്നത് വരെ ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. കപ്പ 3 വിസിൽ വന്നപ്പോൾ ഇറക്കി വെള്ളം ഡ്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കപ്പ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പും കപ്പയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ കപ്പപ്പുഴുക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറിയും കപ്പപ്പുഴുക്കും ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. മീൻകറിയിൽ അവസാനം നമ്മൾ കട്ടി തേങ്ങാപ്പാലാണ് ചേർത്തത്. മേലെ വെളിച്ചെണ്ണയും ചേർത്തതുകൊണ്ട് നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. മീൻകറി വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കുടംപുളി തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, until then, see you in the next video.